പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പങ്ക്തിയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളിലായി യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായമാണ് നമ്മൾ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും പരിശുദ്ധാത്മാവിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആ പഠനങ്ങളുടെ തുടർച്ചയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാനായി ശ്രമിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 33 വരെയുള്ള വചനങ്ങളിൽ ആദ്യ ഭാഗമായ 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ സന്തോഷം എന്ന വാക്ക് എപ്രകാരമാണ് മനുഷ്യജീവിതങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നത് എന്ന് സുവിശേഷകനായ യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്നുള്ള വാക്യത്തിലൂടെയാണ് ഈ വചനത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോയുടെ മരണം തീർച്ചയായും ശിഷ്യന്മാർക്ക് ദുഃഖത്തിന് കാരണമായിട്ടുണ്ട്. എന്നാൽ അതിനൊരു മറുവശമുണ്ട്. ലോകം അതിൽ സന്തോഷിച്ചിട്ടുണ്ട്. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് ഭാഗം എന്ന് പറയുന്നത് പോലെ ഈശോയുടെ മരണം കുറേ പേർക്ക് സന്തോഷമുണ്ടാക്കി. അവർ യേശുവിൽ വിശ്വസിച്ചവരാണ്, അവൻ്റെ ശിഷ്യന്മാരാണ്. മറ്റു ചിലർക്ക് അത് സന്തോഷമായി, കാരണം അവർ ഈ ലോകത്തിൻ്റെ നാശത്തിൻ്റെ അന്ധകാരത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. അതുകൊണ്ട് തന്നെയും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്: ക്രിസ്തുവിൻ്റെ മരണം മൂലമുണ്ടായ സങ്കടം ശിഷ്യന്മാർക്ക് അല്പകാലത്തേക്ക് മാത്രമുള്ളതായിരുന്നു എന്നതുപോലെ തന്നെ യേശുവിനെ കൊന്നു എന്ന് സന്തോഷിച്ചു നടന്ന അവിശ്വാസികളായ നാശത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും സന്തതികൾക്ക് അത് അല്പമാത്രമായ ഒരു സന്തോഷമായിരുന്നു. കേവലം 3 ദിവസങ്ങൾ മാത്രം നീണ്ടുനിന്ന സന്തോഷം. എന്താ സംഭവിച്ചതിന് ശേഷം? ഈശോ ഉത്ഥാനം ചെയ്തു എന്നതാണ് സന്തോഷിച്ചിരുന്നവർക്ക് ദുഃഖമായി മാറാനും, എന്നാൽ കർത്താവിൻ്റെ മരണത്തിൽ വിശ്വാസികൾക്കുണ്ടായ ദുഃഖം സന്തോഷമായി മാറാനുമുള്ള കാരണം അവൻ മരണത്തെ അതിജീവിച്ചു എന്നുള്ളതും ഉത്ഥാനം ചെയ്തു എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെയും തിരിച്ചറിയുക, ഇതുവഴിയായി ലോകത്തിൻ്റെ നിലപാടിനനുസരിച്ചല്ല, മറിച്ച് ദൈവത്തിലുള്ള വിശ്വാസമനുസരിച്ചാണ് ഞാനും നിങ്ങളും നയിക്കപ്പെടേണ്ടത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ തിരുവചന ഭാഗം. എന്നാൽ ലോകത്തിൻ്റെ ഈ വിജയവും സന്തോഷവും അതിൻ്റെ ഫലമായി ശിഷ്യർക്കുണ്ടാകുന്ന ദുഃഖവും താൽക്കാലികമാണെന്നും, ഉത്ഥാനത്തിലൂടെയുള്ള തൻ്റെ തിരിച്ചുവരവിൽ അവരുടെ ദുഃഖം സന്തോഷമായി മാറുമെന്നും ഈശോ ശിഷ്യന്മാരെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഇതാണ് 2 ഭാഗങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത്. ഒരു വശത്ത് മരണം കുറേ പേര് ദുഃഖത്തിലാഴ്ത്തുമ്പോൾ, മറുഭാഗത്ത് അവൻ്റെ മരണം മറ്റു ചിലരെ സന്തോഷിപ്പിക്കുന്നു. പക്ഷെ ഇത് രണ്ടും അല്പായുസ്സുക്കൾ മാത്രമാണ്. സന്തോഷിച്ചവർക്ക് ദുഃഖമായി മാറാൻ അധിക നേരം വേണ്ടിയില്ല. അതുപോലെ തന്നെ ദുഃഖിച്ചവർക്ക് അത് സന്തോഷമായി പകർത്താനും 3 ദിവസങ്ങളുടെ മാത്രം വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉത്ഥാന ശേഷം ഇത് കൃത്യമായി തന്നെ ഈ മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം: കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഇവരാണ് കേട്ടോ മരിച്ചപ്പോൾ ദുഃഖിച്ചവർ. കർത്താവിൻ്റെ ശിഷ്യന്മാർ അവൻ്റെ മരണത്തിൽ ദുഃഖിച്ചു എങ്കിൽ, അവൻ ഉത്ഥാനം ചെയ്തതിനു ശേഷം അവനെ കണ്ട ശിഷ്യന്മാർ സന്തോഷിച്ചു എന്ന് യോഹന്നാൻ എഴുതി വച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം വ്യക്തമാണ്. ഇതെല്ലാം നൈമിഷികമാണ് എന്നുള്ളതാണ്. ഈ ലോകത്തിൽ നമുക്കുണ്ടാകുന്ന സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ നൈമിഷികമാണ്, ഫ്ലീറ്റിംഗ് ആണ്, ടെമ്പററി ആണ്, അല്ലെങ്കിൽ മൊമെൻ്ററി ആണ്. ഇതൊന്നും നീണ്ടു നിൽക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഈശോയുടെ മരണത്തെയും വേർപാടിനെയും അഭിമുഖീകരിക്കുന്ന ശിഷ്യന്മാർ കഠിനമായ വേദനയിലൂടെയാണ് കടന്നുപോയത്. കാരണം
അവരുടെ ആശ്രയമാണ് അവർക്കില്ലാതായി പോയത്. ഒരു സ്ത്രീയുടെ പ്രസവ വേദനയോടെയാണ് ശിഷ്യന്മാരുടെ ഇപ്പോഴുള്ള ദുഃഖത്തെയും വരാനിരിക്കുന്ന സന്തോഷത്തെയും യോഹന്നാൻ സുവിശേഷകൻ ഉപമിക്കുന്നത്. നിങ്ങളൊരു പക്ഷേ ആ സുവിശേഷ ഭാഗം വായിച്ചപ്പോൾ ചിന്തിച്ചു കാണും, എന്തുകൊണ്ടാണ് പ്രസവ വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയോട് ഇവരുടെ ഈ ദുഃഖത്തെയും പിന്നീടുണ്ടാകുന്ന സന്തോഷത്തെയും യോഹന്നാൻ സുവിശേഷകൻ ഉപമിക്കുന്നത് എന്ന്. 12-ാം അധ്യായത്തിൻ്റെ 21, 22 വാക്യങ്ങളിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. ആ വാക്യം എഴുതി വച്ചിട്ടുണ്ട്. സ്ത്രീക്ക് പ്രസവ വേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ നിങ്ങളും ഇപ്പോൾ ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. വചനം വളരെ വ്യക്തമല്ലേ? ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഒരു സ്ത്രീ നിറവയറോടുകൂടെ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും പ്രസവത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള വേദനാകരമായ വാർത്തകളും ഒക്കെ അവളെ കൂടുതൽ ദുഃഖത്തിലേക്കും സങ്കടത്തിലേക്കും നയിക്കാറുണ്ട് പലപ്പോഴും. അതുകൊണ്ട് തന്നെയും ചില സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, സിസേറിയൻ മതി. കോമഡിക്ക് വേണ്ടിയാണെങ്കിലും കുറച്ചു നാൾ മുമ്പ് ഏതൊരു TV ചാനലിൻ്റെ ഒരു കോമഡി പ്രോഗ്രാമിൽ ഒരു പെൺകുട്ടി പറഞ്ഞ ഒരു കഥ കേട്ടത് ഓർക്കുകയാണ്. സുഖപ്രസവം എന്ന് പറയാറുണ്ട്, പക്ഷേ ആർക്കാ ഈ സുഖപ്രസവം? പ്രസവിക്കുന്നവൾക്കൊരിക്കലും സുഖപ്രസവമല്ല. കണ്ടിരിക്കുന്നവർക്ക്, പറയുന്നവർക്ക് അത് സുഖപ്രസവമാണ്, മറിച്ച് വേദനയോടുകൂടെയാണ് ഞാൻ പ്രസവിച്ചത് എന്ന് ഒരു പെൺകുട്ടി പറയുന്നത് കേട്ടു. ശരിയല്ലേ? പ്രസവത്തിൽ തീർച്ചയായും വലിയ വേദനയുണ്ട്. ഈ ലോകത്തിൽ ഏറ്റവും വലിയ വേദനകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത് പ്രസവ വേദനയാണ് എന്നാണ് പറയുക. ഇതാരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. എന്നാൽ ഈ പ്രസവ വേദന എന്ന് പറയുന്നത് പ്രസവിച്ച സ്ത്രീകളോട് ചോദിച്ചാൽ അറിയാം. അതാ നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയൊരു വേദന, ആ സമയത്തിൻ്റെ മാത്രം. എന്നാൽ ആ പ്രസവം കഴിയുമ്പോൾ ഒരു മനുഷ്യ ശിശു ഈ ലോകത്തിലേക്ക് എന്നിലൂടെ പുറത്തു വന്നു എന്നുള്ളതിൻ്റെ വലിയ സന്തോഷം ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടു കഴിയുമ്പോൾ പ്രസവവേദന പിന്നീട് ഒരിക്കലും ഓർക്കാത്ത വിധത്തിൽ സന്തോഷത്തിന് വഴിമാറുമെന്നാണ് പ്രസവിച്ച സ്ത്രീകളൊക്കെയും പറയുന്നത്. അതുകൊണ്ടായിരിക്കണം പ്രസവം വേദനാകരമാണെങ്കിൽ പോലും അതിനെ സുഖപ്രസവം എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം നൈമിഷികമായ ഈ ദുഃഖം, ഈ സങ്കടം, ഈ വേദന ഉടനെ തന്നെ വലിയ സന്തോഷത്തിന് വഴിമാറുന്നു എന്ന കാരണമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം തന്നെയാണ് കർത്താവിൻ്റെ മരണത്തിൽ ദുഃഖിച്ച ശിഷ്യന്മാരുടെ അവസ്ഥ. അത് നൈമിഷികമായിരുന്നു, കേവലം 3 ദിവസങ്ങൾ മാത്രം നീണ്ടു നിന്ന കാര്യം. ദുഃഖവെള്ളിയാഴ്ച അവൻ്റെ മരണത്തെക്കുറിച്ചോർത്ത് സങ്കടപ്പെട്ടവർ ദുഃഖവെള്ളിയും ദുഃഖശനിയും കഴിഞ്ഞ് ഈസ്റ്ററിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഞായറിലേക്ക് വരുമ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റതിൻ്റെ വലിയ സന്തോഷം അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ പ്രസവ വേദനയുമായി കർത്താവിൻ്റെ മരണത്തെയും ഉത്ഥാനത്തെയും യോഹന്നാൻ സുവിശേഷകൻ ഉപമിക്കുകയും അതുവഴിയായി ഉണ്ടാകുന്ന ദുഃഖം സന്തോഷമായി മാറുമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈശോയുടെ മരണത്തിലൂടെയുള്ള വേർപാടിൽ ശിഷ്യന്മാർ ദുഃഖിതരായെങ്കിൽ ഉത്ഥാനത്തിലൂടെ ഉള്ള അവിടുത്തെ തിരിച്ചുവരവിൽ അവർക്ക് ശാശ്വതമായ, നീണ്ടു നിൽക്കുന്ന, പെർമനൻ്റായ സന്തോഷമുണ്ടാകുമെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ദുഃഖം വരുമ്പോൾ നിങ്ങൾ ആരും ഈ ലോകം അവസാനിച്ചു എന്ന തരത്തിലൊന്നും വേദനിക്കരുത്. നൈമിഷികമാണ് ഈ ദുഃഖങ്ങളെല്ലാം. കുറച്ച് കഴിയുമ്പോൾ അത് സന്തോഷത്തിന് വഴിമാറുമെന്ന് മനസ്സിലാക്കുക. എന്തു ദുഃഖവുമായിക്കൊള്ളട്ടെ, എന്തു വേദനയുമായിക്കൊള്ളട്ടെ, ഈ വേദനകളൊക്കെ അവസാനിച്ചില്ലാതാകും. വളരെ പ്രശസ്തമായ ഒരു പാട്ടുണ്ടല്ലോ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ ഓർക്കുക, ഈ ലോകത്തിൽ എന്തൊക്കെ ദുഃഖങ്ങൾ ഉണ്ടായാലും ആ ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സന്തോഷത്തിൻ്റെ വേലിയേറ്റമുണ്ടാകും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാകണം നമ്മുടെ ജീവിതം എന്ന് പറയുക.
ഈ പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കുക. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടേ, എന്തുകൊണ്ടാണ് ഇത്രയും അധികം പേരിങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്? കേരളത്തെ ഇന്ത്യയുടെ ആത്മഹത്യാ മുനമ്പ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേര് ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രതീക്ഷയില്ലാതാകുമ്പോഴാണ് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നലുണ്ടാകുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെടാത്തവരായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതീക്ഷയില്ലാത്തവരാകാൻ നിരാശയിലേക്ക് നയിക്കാൻ അനവധി കാരണങ്ങളുണ്ട് കേട്ടോ. വ്യക്തിപരമായ കാരണങ്ങളുണ്ടാകാം, സാമ്പത്തിക കാരണങ്ങളുണ്ടാകാം, കുടുംബപരമായ കാരണങ്ങളുണ്ടാകാം, സമൂഹത്തിൻ്റെ സമ്മർദ്ദങ്ങളുണ്ടാകാം. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഇതിനെയൊക്കെ അതിലംഘിക്കുന്ന തരത്തിൽ ലഹരിയുടെ വലിയ സ്വാധീനവും ആത്മഹത്യയിലേക്കും ആക്രമണ പ്രവണതകളിലേക്കും നയിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ശരിയല്ലേ? ഏതുതരം ലഹരിയും ആയിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, അത് മയക്കുമരുന്ന് മാത്രം, MDMA പോലുള്ള രാസലഹരികൾ മാത്രമല്ല, കഞ്ചാവ് പോലെ നാളുകളായി ചില മനുഷ്യർക്ക് ഉപയോഗിച്ചു വരുന്ന ലഹരികൾ, അതുമല്ലെങ്കിൽ മദ്യപാനം തുടങ്ങിയ ആസക്തികൾ നിരാശയിലേക്ക് നയിക്കുന്നുണ്ട് അനേകം പേരെ. അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള നിരാശയുടെ വക്താക്കളാകാതെ പ്രത്യാശയുടെ വക്താക്കളാകാൻ വേണ്ടിയിട്ടുള്ള വിളിയാണ് ഞാനും നിങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. സന്തോഷത്തോടെ ഇരിക്കുക. ഞാൻ ചിരിക്കുന്നുണ്ട് എന്ന് കരുതി എനിക്ക് ദുഃഖമില്ല എന്നർത്ഥമുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെയും ദുഃഖങ്ങളൊക്കെയും മാറിപ്പോകും, ഈ ബുദ്ധിമുട്ടുകൾ എന്നെ വിട്ടൊഴിയുമെന്നുള്ള ഒരു ബോധ്യമാണ് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ മുൻപോട്ട് നമ്മളെ നയിക്കുന്നത്. ഉത്ഥാനത്തെ ഒരു ശിശുവിൻ്റെ ജനനത്തോട് ഉപമിച്ചതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വെളിപാട് പുസ്തകത്തിൽ ഇതിന് സമാനമായ ഒരു ദൃശ്യം യോഹന്നാൻ ശ്ലീഹ വരച്ചു കാട്ടുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സ്ത്രീ സഭയെയും സഭയുടെ മാതൃകയായ പരിശുദ്ധ കന്യകാമറിയത്തെയും പ്രതിനിധീകരിക്കുന്നു എന്ന് വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ വചനങ്ങളാണ് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അവൾ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പുദണ്ട് കൊണ്ട് ഭരിക്കാനുള്ളവനാണവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് സഭയെയും സഭയുടെ മാതൃകയായ പരിശുദ്ധ കന്യകാമറിയത്തെയും കുറിച്ചാണ് ഇവിടെ വിവക്ഷയെന്നറിയാം. അതുകൊണ്ട് തന്നെയും പാപം ചെയ്ത ആദ്യത്തെ സ്ത്രീയായ ഹൗവയോട് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി രക്ഷകനായ യേശു കർത്താവിന് നമുക്ക് നൽകിയ പരിശുദ്ധ കന്യകാമറിയവുമായുള്ള ഒരു തുലനം ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഇവിടെ സഭയാകുന്ന സ്ത്രീ എപ്രകാരമാണോ രക്ഷകനായി യേശു കർത്താവിന് ദൈവപുത്രനായി നമുക്ക് നൽകിയത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വചനഭാഗം നമുക്ക് നൽകുക. അതിൻ്റെ തുടർച്ചയാണ് വെളിപാട് 12-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്നതാണ് വചനം. ഇവിടെ സഭയെയാണ് ഈ അധ്യായത്തിൽ ഗ്രന്ഥകാരൻ പ്രധാനമായും അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. സഭയുടെ പ്രസവവേദനയിലൂടെ ഉദ്ധിതനായ മിശിഹ സഭാംഗങ്ങളിൽ രൂപം കൊള്ളുന്നു എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുണ്ട് എന്നുകൂടെ ഭംഗ്യന്തരേണ ഓർമ്മപ്പെടുത്തട്ടെ. കാരണം സ്ത്രീ ഭൂമിയാണ്, സ്ത്രീ സഭയാണ്. ഇതൊരു താരതമ്യ പഠനം മാത്രമാണ്, ഒരു ഉപമ മാത്രമാണ്. അതുകൊണ്ട് തന്നെയും വെളിപാട് പുസ്തകത്തിലെ ഗർഭിണിയായ സ്ത്രീ ഒരേ സമയം പരിശുദ്ധ കന്യകാമറിയത്തെയും സഭയെയും പ്രതിനിധാനം ചെയ്യുന്നു. ദ പ്രോട്ടോടൈപ്പ് ഓഫ് ദ ചർച്ച് എന്നാണ് തിയോളജിയൻസ്, ദൈവശാസ്ത്രജ്ഞന്മാർ വിളിക്കുക. പരിശുദ്ധ കന്യകാമറിയം ഒരു പ്രോട്ടോടൈപ്പാണ്, സഭയുടെ ഒരു പ്രോട്ടോടൈപ്പ്. അതുകൊണ്ട് തന്നെയും സഭയുടെ ഒരു മാതൃകയായി സഭാപിതാക്കന്മാർ പരിശുദ്ധ കന്യകാമറിയത്തെ കാണുന്നു. രക്ഷകനായ മിശിഹായെ ജനിപ്പിക്കുവാൻ കാൽവരിയിൽ നിന്ന മറിയം പ്രസവ വേദന അനുഭവിക്കുകയായിരുന്നു എന്നുള്ള മറ്റൊരു താരതമ്യ പഠനവും ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. മകൻ്റെ മരണം കണ്ട് കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയുടെ ഹൃദയഭാവം എന്തായിരിക്കണം? പ്രസവ വേദന പോലെ തന്നെയുള്ള വലിയൊരു ദുഃഖത്തിലൂടെ, വേദനയിലൂടെ ആ അമ്മ കടന്നുപോയില്ലേ?
അങ്ങനെയാണ് അവൾ പരിശുദ്ധയായ മറിയമായി തീർന്നത്. അതിൻ്റെ ഒരു കാരണം, മകൻ്റെ മരണം മുമ്പിൽ കണ്ടുകൊണ്ട് വേദനയോടുകൂടെ നിൽക്കുന്ന ആ സ്ത്രീ മറ്റൊരു പ്രസവ വേദന അനുഭവിച്ചു എന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സഭയുടെ കേന്ദ്രമായ ശ്ലീഹന്മാരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ വേദനയിൽ പങ്കുചേർന്നു എന്ന് സഹോദരങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനും നിങ്ങളും ഒക്കെ ഇപ്രകാരമുള്ള വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശമാണ്. സഭ എല്ലാ കാലത്തും പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അത് ആദ്യ നൂറ്റാണ്ടുകളിൽ തുടങ്ങിയ മതപീഡനത്തിൻ്റെ കഥകൾ നീറോ ചക്രവർത്തിയുടെ കാലത്താകട്ടെ, ഡൈക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്താകട്ടെ, അതിനുശേഷം നാളിന്നവരെയും 21ഓളം നൂറ്റാണ്ടുകളായി സഭ എന്നും പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. മതപീഡനങ്ങൾ, വിശ്വാസത്തെ പ്രതിയുള്ള പീഡനങ്ങൾ ഇന്നും തുടർച്ചയായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരുടെ മനസ്സുകളിലേക്ക് ഈ അടുത്ത നാളുകളിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ച് നമ്മുടെ ഭാരതത്തിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലുമായി നടന്ന ചില വിശ്വാസത്തിനെതിരായ പീഡനങ്ങളെക്കുറിച്ചുള്ള സംഭവങ്ങൾ നമ്മുടെ മനസ്സുകളിലുണ്ടാകും. മധ്യപ്രദേശിലെ ജബൽപൂരിനടുത്തുള്ള മാണ്ഡല എന്ന സ്ഥലത്ത് തീർത്ഥാടനത്തിന് വേണ്ടി പോയ ആദിവാസികളായ 52ഓളം വരുന്ന വിശ്വാസികൾക്ക് നേരെയുണ്ടായ ഒരു ആക്രമണത്തെക്കുറിച്ച് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാത്രമല്ലേ നമ്മൾ കേട്ടത്. അതിന് തുടർച്ചയെന്നോണം പിന്നീട് നമ്മൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒഡീഷയിൽ ഏതാനും ചില വൈദികർ ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ചുള്ള വാർത്ത നമ്മൾ കേട്ടില്ലേ. മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് മറ്റൊരു കന്യാസ്ത്രീയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ വായിച്ചു കേട്ടില്ലേ. ഇതൊക്കെ കേവലം വാർത്തകളായി മാത്രം അവസാനിക്കേണ്ട കാര്യങ്ങളല്ല. മതപരിവർത്തനത്തെ ഒരു കാരണവശാലും ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നമ്മൾ അംഗീകരിക്കുന്നേയില്ല. അത് സഭയുടെ നിലപാടുമല്ല. മനപരിവർത്തനമാണ് നമുക്കെല്ലാവർക്കും ആവശ്യം. ചെയ്തു പോയ പാപത്തെക്കുറിച്ചുള്ള അനുതാപമാണ് മനപരിവർത്തനം എന്ന് പറയുക. മതപരിവർത്തനം നമ്മുടെ ലക്ഷ്യമല്ല എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. ആരെങ്കിലുമൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം ക്രിസ്തുവാണ് രക്ഷകനെന്ന് തിരിച്ചറിഞ്ഞ് അവനിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള അവസരം എല്ലാവർക്കും ഉണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശവുമാണ്. ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാൻ, അതിൽ വിശ്വസിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ, അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ ജീവിക്കാനുള്ള അവകാശം ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്നാൽ അതിന് ഭംഗം വരുന്ന രീതിയിൽ ആരെങ്കിലുമൊക്കെ ഘർവാപ്പസിയൊക്കെ പറഞ്ഞുകൊണ്ട് ആരെയെങ്കിലുമൊക്കെ ബോധപൂർവം ആക്രമണങ്ങളിലൂടെ തിരിച്ചു കൊണ്ടുപോകാമെന്നൊക്കെ കരുതുന്ന ബാലിശമായ ചിന്തകളാണ്. എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ വിശ്വാസം എൻ്റെ ക്രിസ്തുവിലാണ്, അത് കത്തോലിക്ക സഭയിലൂടെ പൂർണ്ണമാകുന്നതാണ് എന്ന ബോധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇത് ഉച്ചൈസ്തരം വിളിച്ചു പറയാനുള്ള അവകാശം എനിക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഈ വിധത്തിൽ ശിഷ്യന്മാരുടെ പ്രസവ വേദനയിലൂടെയാണ് ഉദ്ധിതനായ മിശിഹ പിറന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. പരിശുദ്ധ അമ്മ കാൽവരി കുരിശിൽ അനുഭവിച്ച പ്രസവ വേദന പോലെ തന്നെ ശിഷ്യന്മാർക്ക് വലിയ പ്രസവ വേദനയുണ്ടായി കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ. ഈശോയുടെ സഹനത്തിൽ പങ്കുചേർന്ന ശിഷ്യ സമൂഹത്തിൻ്റെ സഹനത്തിനും മിശിഹായ്ക്ക് ജന്മം കൊടുക്കുന്ന പ്രക്രിയയിൽ സ്ഥാനമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് നമ്മളെല്ലാവരും ഓരോ നിമിഷവും അനുഭവിച്ചു പോകുന്ന സഹനത്തിൻ്റെ നെരിപ്പോടുകളാണ്. അപ്രകാരമുള്ള വേദനകളിലൂടെയാണ് ക്രിസ്തുവിനെ ഇന്ന് ഈ സമൂഹത്തിന് ഞാനും നിങ്ങളും പ്രദാനം ചെയ്യേണ്ടത് എന്നുള്ളതും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയും തിന്മയുടെ ശക്തിയെ പരാജയപ്പെടുത്തി തൻ്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ഈശോ കർത്താവും മിശിഹായുമായി അവരോധിക്കപ്പെടുന്ന പ്രക്രിയയിലാണ് ശിഷ്യഗണത്തിൻ്റെ സഹനം ഉൾക്കൊള്ളുന്നത് എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അഥവാ നടപടി നമ്മൾ വായിക്കുന്ന വചനഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 2-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിലാണ്. ഇപ്രകാരം സഹോദരങ്ങളെ, സഹനങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു വചനഭാഗമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. 16-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു കേട്ടു. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും,
അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ഇതാണ് വചനം പറയുക. ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അല്പസമയത്തേക്ക് നിങ്ങൾ എന്നെ കാണുകയില്ലെന്ന് പറഞ്ഞിട്ട് കർത്താവ് കൂട്ടിച്ചേർക്കുന്നുണ്ട്, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് പറഞ്ഞാൽ ഈ അല്പസമയം എന്നതുകൊണ്ട് 3 ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന കർത്താവിൻ്റെ മരണത്തെയും അടക്കപ്പെടലിനെയും കുറിച്ചാണ് പറയുന്നതെങ്കിൽ 3-ാം ദിവസമുള്ള ഉയിർപ്പാണ്, ഉത്ഥാനമാണ് സന്തോഷം നൽകുന്നത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയും ഞാൻ നിങ്ങളെ വീണ്ടും കാണുമ്പോൾ, എപ്പോഴാണ്? ഉത്ഥാനത്തിന് ശേഷം. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുമെന്ന് മാത്രമല്ല, ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല എന്ന് പറഞ്ഞാൽ അതാണ് നിരന്തരമായ സന്തോഷം എന്ന് പറയുക. നൈമിഷികമായ സന്തോഷങ്ങളുടെ പുറകെ പോയി നമ്മൾ ആരും നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത്. ശാശ്വതമായ സന്തോഷമാണ് നമുക്ക് ആവശ്യം. ഈ ശാശ്വതമായ സന്തോഷം നമുക്ക് നൽകാൻ കഴിവുള്ളവൻ കർത്താവാണ്. കാരണം മിശിഹായുടെ 2ാം ആഗമനമാണ് ഞാൻ വീണ്ടും നിങ്ങളെ കാണും എന്ന വാക്കുകൾ കൊണ്ട് യോഹന്നാൻ ശ്ലീഹ പരാമർശിക്കുന്നത് എന്നുള്ള ഒരു ദൈവശാസ്ത്ര വീക്ഷണവുമുണ്ട്. കർത്താവിൻ്റെ ഉത്ഥാനത്തോടൊപ്പം തന്നെയും അവൻ്റെ 2ാം വരവിനെക്കുറിച്ചും പരാമർശമുണ്ട് എന്നുള്ള ഒരു ദൈവശാസ്ത്ര വീക്ഷണവും നിലവിലുണ്ട് എന്ന് ഇപ്രകാരം നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഈ 2ാം ആഗമനം ആദ്യം യാഥാർത്ഥ്യമാകുന്നത് മിശിഹായുടെ ഉത്ഥാനത്തിലും പ്രത്യക്ഷപ്പെടലിലുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പരൂസിയ എന്ന വാക്കുകൊണ്ടാണ് 2ാം വരവിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ അത് മിശിഹായുടെ ഉത്ഥാനത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, മറിച്ച് അവൻ്റെ 2ാം വരവിനെ കൂടി ദ്യോതിപ്പിക്കുന്നതാണ്. ഘട്ടം ഘട്ടമായി ലോകാവസാനത്തിൽ സ്വർഗീയ അനുഭവം വരെ എത്തി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, കർത്താവിൻ്റെ 2ാം വരവുണ്ടാകുന്നതോടുകൂടെ ലോകം അവസാനിക്കുമെന്നുള്ളൊരു ദൈവശാസ്ത്ര വീക്ഷണം, അതെപ്പോൾ സംഭവിക്കും എന്നതിനെക്കുറിച്ചും വചനം പറയുന്നുണ്ട്. എപ്പോഴാണോ ഒരിടയനും ഒരാട്ടിൻപറ്റവുമായി മാറുന്നത്, എപ്പോഴാണോ ക്രിസ്തുവിൻ്റെ സുവിശേഷം ഈ ലോകമെമ്പാടും അറിയപ്പെടുന്നത്, അപ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മിശിഹായുടെ 2ാം ആഗമനം സഭയിൽ ആദ്യമായി യാഥാർത്ഥ്യമായത് പന്തക്കുസ്ത അനുഭവത്തിലൂടെയാണ്. കർത്താവിൻ്റെ ഉത്ഥാനത്തിനു ശേഷം ശിഷ്യന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ പരിശുദ്ധാത്മാവ് വന്നു വസിക്കുന്ന ദിവസത്തെയാണ് പെന്തക്കുസ്ത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശിഷ്യന്മാരും പരിശുദ്ധ കന്യകാമറിയവും പ്രാർത്ഥനയിലായിരുന്നപ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനം അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു വസിക്കുന്നതിനെക്കുറിച്ച് 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും പരാമർശമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അവിടെയാണ് യഥാർത്ഥമായ ആദ്യ പന്തക്കുസ്ത അനുഭവം അവരുടെ മേലുണ്ടായത് എന്ന് ലൂക്കാ സുവിശേഷകൻ്റെ വീക്ഷണമനുസരിച്ച് നടപടി പുസ്തകം അഥവാ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും മിശിഹായുടെ ശരീരമായ സഭയിൽ മിശിഹായുടെ ആത്മാവായി ഈ 2ാം ആഗമനം സംഭവിച്ചു എന്നാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും തിരിച്ചറിയുന്നത്, മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മാമോദീസായിൽ നമ്മിൽ ഓരോരുത്തരിലും മിശിഹായുടെ ഈ 2ാം ആഗമനം സംഭവിക്കുന്നുണ്ട്. ഓരോ പന്തക്കുസ്തായും കർത്താവിൻ്റെ 2ാം ആഗമനമാണ്. ഒരു കുഞ്ഞ് ജനിച്ച് അതിന് മാമോദീസ കൊടുക്കുന്നത് വഴിയായി ആ കുഞ്ഞ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും അത് പന്തക്കുസ്ത അനുഭവമായി മാറുകയും അത് വീണ്ടുമുള്ള മറ്റൊരു കർത്താവിൻ്റെ 2ാം വരവിൻ്റെ കാരണമായി തീരുകയും ചെയ്യുന്നു. ഓരോ കൂദാശ സ്വീകരണത്തിലും, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ ഈ 2ാം ആഗമനം നവീകരിക്കപ്പെടുന്നു എന്നുള്ള സാക്രമെൻ്റൽ തിയോളജിയും ഇതോട് ചേർത്ത് വായിക്കാവുന്നതാണ്. അവസാനം നമ്മുടെ മരണനിമിഷം നടക്കുന്ന 2ാം ആഗമനത്തിലൂടെ ഈ അനുഭവം എന്നേക്കുമായി പൂർത്തിയാക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം. അങ്ങനെ എന്നേക്കും നാം മിശിഹായോടുകൂടി ആയിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗരാജ്യമെന്ന് പൗലോസ് അപ്പസ്തോലൻ തെസ്സലോനിയയിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 16-17 വാക്യങ്ങളിലൂടെ നമ്മോട് പറയുന്നുണ്ട്. ആ വചനം വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. മിശിഹായോടുകൂടി ആയിരിക്കുന്ന
അവസ്ഥയാണ് സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും നിരന്തരമായി ഈ മിശിഹ അനുഭവത്തിലാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് എന്ന് സഹോദരങ്ങളെ നമ്മളെല്ലാവരെയും അവൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് എൻ്റെ ഉത്തരവാദിത്വം. നിരന്തരമായ സ്വർഗീയമായ അനുഭവത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഈ ദൈവികമായ കൃപാവരം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക. അതുകൊണ്ട് ഈ വചനഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഇത് ഹൃദിസ്ഥമാക്കേണ്ട ഒരു വചനഭാഗം കൂടിയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പൗലോസ്ലീഹ തെസ്സലോനിയയിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിലാണ് 4-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നത്. വചനം ഇങ്ങനെയാണ് പറയുക: എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളധ്വനിയോടും കൂടെ കർത്താവ് സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിച്ചവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവനോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. എപ്പോഴും നാം കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന ഈ വചനഭാഗമാണ് സ്വർഗീയ അനുഭവമായി ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്. എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്നവരാകാനുള്ള ആഹ്വാനമാണ് സ്വർഗീയമായ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. സന്തോഷിക്കുവിൻ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ എന്നുള്ള ശ്ലീഹായുടെ വാക്കുകൾ നമ്മെ മുൻപോട്ട് നയിക്കട്ടെ. അത് സ്വർഗീയ അനുഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.